ഇനി ഇവരെവിടെ താമസിപ്പിച്ചാൽ ഇവരെ വീട്ടിൽ കയറി ഞങ്ങൾ തട്ടും. അന്വേഷണം എങ്ങനെയാണെന്നറിയാമോ? ഞൊണ്ടിക്കാലിയായ ഒരു സ്ത്രീയും 2 കുട്ടികളും താമസിക്കുന്ന വീട് ഏതാ? പക്ഷേ ഏറ്റുമാനൂർ CI ഒരു ഗുണ്ടയുടെ പണിയാണ് എടുക്കുന്നതെന്ന് പറയാൻ തർക്കമില്ല. KD സുൽഫത്ത് എന്ന് എൻ്റെ അമ്മയെ പറ്റി പറയുന്നത് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ എവിഡൻസ് ആയിരിക്കുമ്പോൾ. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. ഒലിവി എന്ന ഓൺലൈൻ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ വാർത്തകൾ ചെയ്ത ഒരു ഓൺലൈൻ മാധ്യമമായിരുന്നു വാർത്ത 24. അവിടെ നടക്കുന്ന തൊഴിൽ ചൂഷണവുമായി ബന്ധപ്പെട്ട് നിരവധിയായ യുവതികൾ അടൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പരാതി കൊടുത്തിട്ടും ഇന്ന് മാസങ്ങൾ തികയുമ്പോൾ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പോലീസാണ് കേരളത്തിൽ അല്ലെങ്കിൽ അടൂരിലുള്ളതെന്ന് വളരെ നിരാശാജനകമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികൾക്കൊപ്പം നിന്ന ഷെഫീന എന്ന ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു. ആ യൂട്യൂബറെ പോലീസിനെ ഉപയോഗിച്ചും മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചും നിരന്തരമായി ആക്രമിക്കുകയും വ്യക്തിപരമായി ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ നിരന്തരമായ മാനസിക ചൂഷണത്തിനും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷെഫീന എന്ന യൂട്യൂബർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും അതുപോലെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്കും നിരവധിയായ പരാതികൾ കൊടുത്തിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷെഫീനയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ഒലിവിയയുടെ പ്രശ്നത്തിൽ ഇടപെട്ടു. അന്ന് ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ വീട്ടിലേക്ക് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ TV-കാർക്ക് അവിടെ പോയി തന്നെ വീഡിയോ പിടിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മളവിടെ പോയത്. നമ്മളവിടെ ചെല്ലുമ്പോൾ എന്നെയാണ് അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മുഴുക്കെ. അത് സാരമില്ലെന്ന് വയ്ക്കാം. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് 5-ൽ നിന്ന് 4-5 ആണുങ്ങൾ, ഒലീവിയ ചേച്ചി, പിന്നെ ഫിജോ ജോസഫ്, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഞാൻ താമസിക്കുന്ന വീട്ടുടമസ്ഥൻ്റെ വീട്ടിലുമല്ല, എൻ്റെ വീട്ടുടമസ്ഥൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്ന് അവരെ ത്രെട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവരെവിടെ താമസിപ്പിച്ചാൽ ഇവരെ വീട്ടിൽ കയറി ഞങ്ങൾ തട്ടും. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ഇറക്കി വിടണമെന്ന് പറഞ്ഞു. ഇതൊക്കെ 13-ാം തീയതിയാണ് നടക്കുന്നത്. 13-ാം തീയതി തന്നെ പോലീസിൽ നിന്നും നിരന്തരം കോൾ വരുന്നുണ്ട്. ഇപ്പം ഈ പോലീസുകാർക്ക് നമ്മൾ വീട് പുതിയതായിട്ട് മാറിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഈ വീട് പോലീസുകാർക്ക് അങ്ങനെ അറിയത്തില്ല. 13-ാം തീയതി ഞാൻ ആ വീട്ടിൽ വീണ്ടും പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ പരാതികളുണ്ട്, നിങ്ങൾക്ക് എതിരെ പരാതികളുണ്ട്. അപ്പം പരാതികൾ കാണിക്കാമോ? പരാതികളായിട്ടൊന്നുമില്ല. ഫിജോ ജോസഫ് എന്ന് പറയുന്ന സ്ത്രീയുടെ മകളെ ഞാൻ എന്തോ പറഞ്ഞു. ഞാൻ തെളിവുണ്ടോ? അതില്ല. അപ്പം നിങ്ങളൊരു ഒപ്പിട്ട് തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ശരി, ഒപ്പിട്ട് തരാം. ഒപ്പിട്ട് കൊടുത്തു. ആ പ്രശ്നം കഴിഞ്ഞു. ഞാനും കുഞ്ഞുങ്ങളും, അതായത് മോന് 6-7 ദിവസം ലീവ് അടുപ്പിച്ച് കിട്ടി. ഞങ്ങൾ പുറത്തേക്ക് പോകണം. പിന്നെ ഞങ്ങളുടെ ഹൗസ് ഓണറെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ, ഞങ്ങൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ്, അതിൻ്റെ താഴത്തെ കടകളിലൊക്കെ വന്ന് ഞങ്ങളെ പോലീസ് അന്വേഷിക്കുകയാണ്. ഞാനല്ലേ പോയി ഹാജരായത്, പിന്നെ ഇനി എന്നെ അന്വേഷണത്തിനാണ് വരുന്നത്. അന്വേഷണം എങ്ങനെയാണെന്നറിയാമോ? ഞൊണ്ടിക്കാലിയായ ഒരു സ്ത്രീയും 2 കുട്ടികളും താമസിക്കുന്ന വീട് ഏതാ? ഇതാണ് ചോദ്യം. ഞൊണ്ടിക്കാലിയായ ഒരു സ്ത്രീയും 2 കുട്ടികളും താമസിക്കുന്ന വീട് ഏതാ? അവരെന്തോ ഭയങ്കര പ്രശ്നത്തിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എൻ്റെ വീട് അന്വേഷിച്ച് വന്നവർ എൻ്റെ വീട്ടിലേക്കല്ലേ വരേണ്ടത്. എൻ്റെ വീടിനോട് ചേർന്ന്, അതായത് എൻ്റെ ഫ്ലാറ്റിനോട് ചേർന്നുള്ള ഫ്ലാറ്റുകളിൽ വന്ന് ബെല്ലടിച്ച് അവരെ ഒക്കെ പുറത്താക്കി. 2 സ്ത്രീ പോലീസുകാരും 2 ആണുങ്ങളും 4 പേര് വീട്ടിലേക്ക് വരികയാണ്. ഒരു പേപ്പർ നമ്മളെ കാണിക്കുന്നില്ല, പരാതി എന്താണെന്ന് പറയുന്നില്ല, ഒന്നുമില്ല. ഏറ്റുമാനൂർ CI അൻസിലാണ് നേതൃത്വം. ഇവർ കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഈ വീടാണ് എന്ന്. അതായത് ആ ചുറ്റുമുള്ളവർക്കൊക്കെ മനസ്സിലാക്കണം ഞാൻ എന്തോ ഭയങ്കര പ്രശ്നക്കാരിയാണ്. പുതിയ വീടല്ലേ, 2 മാസമല്ലേ ആയുള്ളൂ, അവർക്ക് നമ്മളെ പരിചയമില്ല. അവരെയൊക്കെ കാണിച്ച് ആ പ്രശ്നക്കാരിയാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ള ഒരൊറ്റ ഇൻറ്റൻഷനാണ്. എന്തെങ്കിലും ഒരു പേപ്പർ കാണിക്കുകയോ ഒപ്പിടുകയോ അവർ ചെയ്തിട്ടില്ല. എൻ്റെ പേർക്ക് കേസുണ്ടെങ്കിൽ ഒരു കോളവേ ഞാൻ പോകുന്നിടത്തേക്ക് എൻ്റെ വീട് തേടി നിരന്തരം ജീപ്പിൽ പോലീസുകാർ വരികയാണ്. മനസ്സിലായോ? ഇത് ഞാൻ പിന്നെയും ടോളറേറ്റ് ഞാൻ പിന്നെയും പോയി ചോദിക്കാമെന്ന് വയ്ക്കാം. അപ്പോൾ എൻ്റെ ഹൗസ് ഓണറെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. എൻ്റെ ഹൗസ് ഓണർ എന്ന് പറയുമ്പം എൻ്റെ മകൻ്റെ പേർക്കാണ് ഈ വീട് ഇത് വെച്ചിരിക്കുന്ന എഗ്രിമെൻ്റ് ഉള്ളത്. എൻ്റെ മകനെ വിളിച്ചിട്ടില്ല, എന്നെയും വിളിക്കുന്നില്ല. പകരം ഹൗസ് ഓണറെ അയാളുടെ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് അയാൾ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. ഞങ്ങളെ ഇറക്കി വിട്ടേ മതിയാവുള്ളൂ, ഞങ്ങൾക്കെതിരെ ഒരുപാട് കേസുകളുണ്ട്, ഇറക്കി വിട്ടേ മതിയാവുള്ളൂ എന്ന്. അദ്ദേഹം ചോദിച്ചു അവർക്കെതിരെയുള്ളൊരു FIR കാണിക്കാമെന്ന്. അതില്ല അവരുടെ കയ്യിൽ. ഇത് CI ആണ് വിളിപ്പിച്ചത്. CI ഇത് പറഞ്ഞതിന് ഹൗസ് ഓണർ വാക്കുമൂലം തന്നിട്ടുണ്ട്. ഞാൻ ഇതിനെതിരെ തിരുവനന്തപുരത്ത് പോയി DGP-യെ, ADGP-യെ, കേരള മുഖ്യമന്ത്രിയെ, പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഈ പോലീസ് അധികാരികൾക്ക് എതിരെ കേസ് കൊടുക്കാൻ പറ്റുന്ന ഒരു അതോറിറ്റി ഉണ്ട്. അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ, വിമൻസ് കമ്മീഷൻ, ഇത്രയിടങ്ങളിൽ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമായി നിന്ന് പരാതി കൊടുത്തിട്ട് ഞാൻ വരുന്ന വഴിയാണ്. ഇവർക്ക് ശമ്പളം കൊടുക്കാൻ വയ്യെങ്കിൽ ശമ്പളം കൊടുക്കുന്നില്ലെന്നങ്ങ് പറഞ്ഞാൽ പോരെ. ആ കുട്ടികൾക്കൊപ്പം നിന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഫിജോ ജോസഫ് എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ ചേർത്ത് പിടിച്ച് ഈ സ്ത്രീ കാണിക്കുന്ന ഒരു അട്ടൂളി ഉണ്ടല്ലോ, സ്ഥിരം അവരവരുടെ വീഡിയോയിൽ കൂടെ പറയുന്നത് ഇതാണ്. വെറുതെ വിടില്ല ഞങ്ങൾ. എന്നാൽ പിന്നെ എനിക്ക് ഇവർ സ്ഥലം തരട്ടെ, ഞാൻ ഇവിടെ എങ്ങനെ താമസിക്കാം, അതല്ലേ നല്ലത്.
എൻ്റെ മകൻ്റെ പഠനാർത്ഥമാണ് ഞാൻ കോട്ടയത്ത് താമസിക്കുന്നത്. എൻ്റെ സ്വന്തം വീട് ഷെഫീന മൻസിൽ പറകുന്ന PO നാവായിക്കുളമാണ്. എനിക്കവിടെ വീടുണ്ട്. ആ വീട്ടിൽ വാടകക്കാർ താമസിക്കുകയാണ്. എൻ്റെ മകൻ്റെ പഠനാർത്ഥമാണ് ഞാൻ കോട്ടയത്ത് താമസിക്കുന്നത്. അവിടെ നിന്ന് എന്നെ ഇറക്കി വിട്ടാൽ എൻ്റെ കുട്ടിയുടെ പഠനത്തിന് ആരാണ് ഉത്തരവാദിത്വം? എനിക്ക് ശിശുക്ഷേമ വകുപ്പാണ് പറയേണ്ടത്. എൻ്റെ മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കുഞ്ഞിൻ്റെ അവകാശ നിഷേധമല്ലേ അത്? ഞാൻ എൻ്റെ കുഞ്ഞിനെ ബോർഡിങ്ങിലാക്കണം, അല്ലെങ്കിൽ ഞാൻ കുക്കിംഗ് ചാനൽ തുടങ്ങണം എന്നൊക്കെയാണ് CI പറയുന്നത്. ഞാൻ കുക്കിംഗ് ചാനലാണോ തുടങ്ങേണ്ടത്? ഞാൻ എന്ത് ചെയ്യണമെന്ന് CI ആണോ നിർദ്ദേശിക്കേണ്ടത്? CI ഒരു പവറിലിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട മിനിമം കാര്യം എന്താണ് നടന്നത്, 2 ഭാഗവും കേൾക്കണം, എന്നിട്ടല്ലേ FIR ഇടേണ്ടു. ഒരു കെട്ടോളം എനിക്ക് എഗൻസ്റ്റായിട്ട് ഇവർ KD സുൽഫത്ത് എന്ന് എൻ്റെ അമ്മയെ പറ്റി പറയുന്നത് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ എവിഡൻസ് ആയിരിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന പരാതിയിൽ ആക്ഷൻ എടുക്കുന്നതിന് പകരം അവർ കൊടുക്കുന്ന പരാതി കാണിച്ച് എന്നെ വിളിച്ചു വരുത്തി നിരന്തരം അപമാനിക്കും. എനിക്ക് നിൽക്കാൻ വയ്യ, നടക്കാൻ പാടില്ല. ഈ ഓരോ സ്ഥലത്തും ഞാൻ വീൽ ചെയറിലാണ് പോയത്. കാല് സുഖമില്ലാത്തൊരു സ്ത്രീയാണ്. ഈ കുട്ടികൾ എൻ്റെ പിന്നിൽ നിന്നും ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം എന്നെ ഇങ്ങനെ അവഹേളിക്കുന്നതിനൊരു കണക്കില്ലേ? ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ബോധമുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു തട്ടിപ്പുകാരിയുടെ കൂടെ ചേർന്ന് പോലീസ് ഈ വൃത്തികേട് കാണിക്കുന്നത്. ഈ ഫിജോ ജോസഫിൻ്റെ പേര് 2024 ഡിസംബറിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. KD ലിസ്റ്റിലുള്ള സ്ത്രീയാണ്. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻകാർ ഒരുത്തരാണ് ആ സ്ത്രീയെ ഇങ്ങനെ വളർത്തുന്നത്. അവരുടെ സഹായത്തോടു കൂടി ഗുണ്ടാ പ്രവൃത്തിയല്ലേ ഈ സ്ത്രീ കാണിക്കുന്നത്? ഞാൻ ഇവരുടെ വീട്ടിൽ വന്ന് ഇവരെ ഇറക്കി വിട്ടോ? ഞാൻ റിപ്പോർട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്ഥാപനം, അതായത് ഈ ഒലീവിയ സ്ഥാപനം, ഇതിൻ്റെ ഓണർ ഇത് ഒഴിയാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസ് ഞാൻ എൻ്റെ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ എല്ലാവർക്കും ഇട്ട് കാണിച്ചു കൊടുത്തു. അതിൻ്റെ പിറ്റേന്നാണ് എൻ്റെ ഹൗസ് ഓണറെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എന്നെ ഇറക്കി വിടണമെന്ന് പറയണത്. ഈ പോലീസുകാർക്ക് വീടൊഴിപ്പിക്കലാണോ പരിപാടി? ഇവരെപ്പോഴാണ് ഈ വീടൊഴിപ്പിക്കൽ പരിപാടി ഏറ്റെടുത്തത്? ഗുണ്ടാ സംഘങ്ങളുമായി പോലീസുകാർക്കുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറുപടി കിട്ടിയാൽ മതിയാവും. ഈ കുട്ടികൾക്ക് വേണ്ടി മരണം വരെയും നിൽക്കുമെന്നാണ് ഞാൻ വാക്ക് കൊടുത്തത്. ആ മരണം വരെ ഞാൻ നിൽക്കും. ഞാൻ മാറി എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തേക്ക് പോയ സമയം നോക്കി എൻ്റെ വീട്ടിൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത വണ്ണം എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുകയാണ്. ഈ പൊതുസമൂഹമാണ് ഇടപെടേണ്ടത്. ആ സ്ത്രീ കുട്ടികൾക്ക് ശമ്പളം കൊടുക്കുന്നില്ല. 6 കുട്ടികൾ സെക്ഷൽ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും തന്നെ എടുക്കുന്നില്ല. ഇപ്പോൾ ഹേമ കമ്മീഷൻ വന്നപ്പോൾ ആളുകൾക്ക് എടുക്കാൻ ഒക്കുമല്ലോ. ഈ കുഞ്ഞുങ്ങൾ 6 പേരെ ഇയാൾ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട്. തെളിവ് എൻ്റെ കയ്യിലുണ്ട്. കുട്ടികൾ എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് പോലീസ് ഇടപെടുന്നില്ല? പക്ഷെ പോലീസുകാർക്ക് ഇപ്പം എന്നെ ഒതുക്കണം. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയാൽ ഈ കുട്ടികളെ വിട്ടുകൊടുക്കുമെന്നാണോ? പിന്നെ വർക്കല സ്വദേശിയായ ഒരു കുട്ടിയുടെ അച്ഛൻ തൂങ്ങി മരിച്ചു. അതിൻ്റെ കാരണം കടബാധ്യത തന്നെയാണ്. അതിൻ്റെ കൂടെ അദ്ദേഹവും ഇതേപോലുള്ള വൃത്തികേടുകൾ ഒറ്റ മകളെ പറ്റി പറയുന്നത് കേട്ട് സഹിക്കാൻ വയ്യാതാണ് മനുഷ്യൻ തൂങ്ങി മരിച്ചു കളഞ്ഞത്. ആ കുട്ടിയെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുകയാണ് ഈ സ്ത്രീ. ഇവർക്ക് കൂട്ടായി നിൽക്കുന്ന 3-4 യൂട്യൂബേഴ്സ് ഉണ്ട്. നിരന്തരം ഇരുന്ന് ഞങ്ങളെ തെറി പറയലാണ്. 2 കോടി രൂപ ഇവർ തന്നു എന്നാ എനിക്ക് 2 കോടി രൂപ തന്നു എന്നാ പറയണത്. ഇന്നലെയൊക്കെ അത് 20,000 38,000 കുറഞ്ഞിട്ടുണ്ട്. ഇനി കുറയുമോ കൂടുമോ എന്ന് എനിക്കറിയത്തില്ല. കുറേ അധികം പൈസ അവരെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്തുകൊണ്ട് അത് വാങ്ങിക്കൊണ്ട് ഏറ്റുമാനൂരിക്കുന്ന പോലീസുകാർ കാണിക്കുന്ന ഈ ഒരു വൃത്തികേട് നിങ്ങൾ ചോദ്യം ചെയ്യണം, എന്നെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആ കുട്ടികൾക്കൊപ്പം നിന്നു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ മരണം വരെ ചെയ്യും. അതിനകത്ത് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. എത്ര നാളായി ആ കുഞ്ഞുങ്ങളെ ഇട്ട് നടത്തുന്നു എന്നല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടോ? ആ കുട്ടികളുടെ മൊബൈൽ കൊടുക്കാൻ ഇവർക്ക് എന്താണ് പ്രയാസം? 14-ാം തീയതി വന്നിട്ട് നിനക്കൊക്കെ സദ്യ കിട്ടിയോ എന്നാണ് ഇവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ്. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ പോയി. ഇതൊക്കെയാണ് കമൻറ്റുകൾ. ഈ പറയുന്ന ഫിജോയും ഈ സ്ത്രീയും ഇതേ സെയിം രീതിയിൽ സമാനമായ രീതിയിൽ വസ്ത്രവ്യാപാരം നടത്തുന്നു എന്ന വ്യാജേന തട്ടിപ്പ് നടത്തുന്നവരാണ്. ഇവരുടെ ഈ തട്ടിപ്പിന് ഇരയായവർക്ക് പബ്ലിക്കിൽ വന്ന് പരാതി പറഞ്ഞിട്ടും പൊതുസമൂഹം ഇത് അനുഭവിച്ചു കൊടുക്കുന്ന കഷ്ടമാണ്. മാത്രമല്ല, ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. എൻ്റെ വീടില്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയാണ്. തനിച്ച് താമസിക്കുന്ന ഞാനും മക്കളും മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് നിരന്തരം പോലീസുകാർ അയക്കുകയാണ്. എൻ്റെ ക്രൈം എന്താണെന്ന് അവർ തെളിയിക്കട്ടെ. എൻ്റെ പേർക്ക് FIR ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് പറയട്ടെ. ഈ കുഞ്ഞുങ്ങൾക്കൊപ്പം നിന്നതാണോ എൻ്റെ മിസ്റ്റേക്ക്? ഒരു 8 ഫോൺ DYSP ഓഫീസിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതെ. പക്ഷെ മറ്റു രേഖകളോ കാര്യങ്ങളോ ഒന്നും ഈ നിമിഷം വരെ കൊടുത്തിട്ടില്ല. അതായത് മുദ്രപത്രമുണ്ട്, ചെക്കുണ്ട്. അതെ. ചെക്കുണ്ടെന്ന് പറഞ്ഞാൽ ചെക്കിന്റെ കറക്റ്റ് നമ്പർ ഉൾപ്പെടെയാണ് ആ കുട്ടികൾ കൊണ്ട് കൊടുത്തത്. അതെ. എന്നിട്ട് ഇവർ വീണ്ടും വന്ന് പറയുന്നത് അവർ തെറ്റില്ല, അവർ ബാക്കിയുള്ളവരാണ് തെറ്റുകാർ, അവരെ ക്രൂശിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ തന്നെയാണ് സൂരജ് പാലക്കാരനെ വിളിച്ച് കാല് പിടിച്ചത്. വേറൊരു കാര്യമുണ്ട്. ഇന്ന് ഇതിനകത്ത് ഇടപെട്ടു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു കേസിലും ഇല്ലാത്ത എനിക്കിതാണ് അനുഭവമെങ്കിൽ ആ കുട്ടികളുടെ അനുഭവം എന്തായിരിക്കും? ആ കുട്ടികളുടെ ഇതായത് 400 രൂപ പത്രത്തിൽ ഒപ്പിട്ട് വാങ്ങിച്ച ഇത് സാധനം ഇവരുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഈ കുട്ടികളുടെ ചെക്ക് ഇവരുടെ കയ്യിൽ ഇരിക്കുകയാണ്.
ഈ ഒരു താളം അങ്ങ് തീരുമ്പോൾ അവർ തീർച്ചയായും ഈ പെൺകുട്ടികൾക്ക് പണി കൊടുക്കുന്നതിൽ തർക്കമേ വേണ്ട. നമുക്കിനിയും വരും ദിവസങ്ങളിൽ ഒരുപാട് ആത്മഹത്യകൾ കാണാം. എല്ലാവർക്കും ഇതൊന്നും താങ്ങാനുള്ള മനസാക്ഷി ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ വന്നത് കണക്ക് പോലീസുകാർ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയ കുട്ടികളൊക്കെ സൂയിസൈഡ് ചെയ്യും. നിങ്ങൾ അതിനാണോ കാത്തു നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ സ്ത്രീ കാരണം എല്ലാവരും മരിക്കുന്ന ഒരു രീതിയിലാണുള്ളത്. അവരെ പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ടൂല. ഇപ്പം ഈ കുരുക്കിൽ നിന്ന് ഊരിയാൽ മതി എന്നൊരു നിലയിലേക്ക് കുട്ടികളെത്തി നിൽക്കുകയാണ്. മനസാക്ഷി ഉള്ളവർക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത്. ഈ പറയുന്ന ഗുണ്ടകളുമായിട്ടാണ് അവരുടെ സഹവാസം. 4 ആണുങ്ങളും അതിനേറ്റ പെണ്ണുങ്ങളും പോയേക്കുന്നു. എൻ്റെ ഹൗസ് ഓണറുടെ വീട്ടിലേക്ക് അതിലൊരു വിരോധാഭാസം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എൻ്റെ വീട് ഒഴിപ്പിക്കണമെന്നും ഞാനെന്തോ ഭയങ്കര സംഭവമാണെന്നും എന്നെ ഒഴിപ്പിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറി വെട്ടുമെന്നും എൻ്റെ ഹൗസ് ഓണറെടുത്ത് 4, 5 ആണുങ്ങളും പെണ്ണുങ്ങളും പോയി നിന്നങ്ങ് പറയുകയാണ്. എന്തടിസ്ഥാനത്തിൽ? എനിക്കിവരെ ആരെയും അറിയുക പോലുമില്ല. 4.5 വർഷമായി യൂട്യൂബ് ഉണ്ട്, 4.5 വർഷമായി പ്രതികരിക്കുന്നു. അതിനേക്കാൾ ഉപരി ഞാൻ എഴുത്തുകളിൽ കൂടെ ഫേമസ് ആണ്, ഒരു മാധ്യമ പ്രവർത്തകയാണ്. അങ്ങനെയുള്ള എനിക്കിതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരെ കൂലിപ്പണിക്കാരായി ഈ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പലതും കേൾക്കാൻ പറ്റും. പ്രതികരിക്കണമെന്നുള്ളത് എൻ്റെ ഇതായതുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. എനിക്കെതിരെ ഒരു കാര്യം ചോദിച്ചത്, ഈ പറയുന്ന സംഭവം നടന്നത് അടൂരാണ്. അതെ, അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ വിഷയം നടന്നത്. അതെ. പിന്നെ എന്തുകൊണ്ടാണ് ഏറ്റുമാനൂർ പോലീസ് നിങ്ങൾക്ക് വീട്ടിൽ വന്ന് ഇവർ ഏറ്റുമാനൂർ വന്ന് ഇവർ വന്നതായിട്ടാണ് ഞങ്ങളുടെ ഹൗസ് ഓണർ പറയുന്നത്. ഈ അച്ചു എന്ന് പറയുന്ന സ്ത്രീ ഒലീവിയ ഞാൻ പൂട്ടിച്ചു, അതുകൊണ്ട് അവർക്കെതിരെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റുമാനൂർ വന്ന് അവിടെയല്ലേ ഞാൻ താമസിക്കുന്നത്. അപ്പം എന്നെ താമസ സ്ഥലത്ത് നിന്ന് ഇറക്കി വിട്ടാൽ ഞാൻ നേരെ തിരുവനന്തപുരത്ത് പോകും. പിന്നെ ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടത്തില്ല. ഇതാണ് അവരുടെ ഉദ്ദേശം. അവര് വന്നത് ഓക്കെ, പക്ഷെ പോലീസ് എന്തുകൊണ്ടാണ് വരുന്നത്? അതാണ് എനിക്കും അറിയേണ്ടത്. പോലീസ് നിരന്തരം ഒരു ജീപ്പിൽ 4-5 പോലീസുകാർ നിരന്തരം അവിടെ കിടന്ന് റോം ചുറ്റുകയാണ്. എന്നിട്ട് പറയണത് എൻ്റെ ബിൽഡിംഗ്, ഞാൻ താമസിക്കുന്ന ബിൽഡിംഗ് CCU എന്നാ പറയുന്നത്. അതറിയില്ല. അത് ആ വോയിസ് ഒന്ന് എടുക്കാമോ? സീസ് ചെയ്യുമെന്നാ പറയുന്നത്. ഇല്ല, ഒന്നുമില്ല. നിങ്ങളെ ഈ പറയുന്ന ആളുകൾ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നു പറയുന്നു, നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്? എവിടെയാണ്? ഏറ്റുമാനൂർ. ഇല്ല, ഞാൻ DGPക്കാണ് പരാതി കൊടുത്തത്. എന്തുകൊണ്ട് പരാതി കൊടുത്താൽ? അദ്ദേഹമല്ലേ എന്റെ ഹൗസ് ഓണറെ വിളിച്ചിട്ട് പറയുന്നത് ഇറക്കി വിട് എന്നുള്ള രീതിയിൽ. CI അല്ലേ പറയുന്നത്. എന്നെ നിരന്തരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. നിങ്ങൾ ഫിജോ ജോസഫിനെ വല്ലതും പറഞ്ഞോ, അച്ചുവിനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ കേസെടുത്തോളൂ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കേസെടുത്തോളൂ. ഞാൻ പോയിരുന്നു, 13-ന് പോയിരുന്നു. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അർപ്പിത എന്നൊരു കുട്ടിയെ ഞാൻ എന്തോ മോശം പറഞ്ഞുവെന്നും ഇനി പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിരുന്നു. 13-ാം തീയതി പരാതി കൊടുത്തിട്ടുണ്ട്. ഇല്ല. പോലീസുകാർ പറയല്ലേ, നമുക്ക് എന്തറിയാൻ പറ്റും? ഒരാൾക്കെതിരെ FIR ഫയൽ ചെയ്താൽ അയാളെ പോലീസ് സ്റ്റേഷനിൽ വരാനുള്ള നടപടിക്രമം നടത്തുന്നറിയോ? എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ അകത്തേക്കാക്കി, എൻ്റെ മകനെ പുറത്താക്കി, അവരാ ഗ്രില്ലങ്ങ് പൂട്ടി. ഞാൻ അകത്താണ്, എൻ്റെ മകൻ പുറത്താണ്, നടക്കാൻ പാടില്ലാത്ത ഞാനാണ്. ഇവരെന്താ പറയണേന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എൻ്റെ കൂടെ എനിക്കൊരു ലേഡിയുടെ പ്രസൻസ് വേണമെന്ന് പറഞ്ഞപ്പോഴും ഒരു വനിതാ പോലീസുകാരത്തിയെ കൊണ്ടുവന്ന് നിർത്തി. അത്രേ ഉണ്ടായുള്ളൂ. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇത് വേറെ രീതിയിലാണ് പോകുന്നത്. പരാതി എന്തെന്ന് കാണിക്കുന്നില്ല, ഞാൻ ചെയ്ത ക്രൈം പറയുന്നില്ല, ഒന്നുമില്ല. നിങ്ങളൊരു ഒപ്പിട്ട് കൊടുത്തിട്ട് പോകൂ, നിങ്ങളും ആ സ്ത്രീയും തമ്മിലുള്ളത് തീർക്കൂ, അല്ലാതെ ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാകും. നിങ്ങൾക്ക് എന്ത് പ്രശ്നം? എനിക്ക് സ്വസ്ഥത വേണമെന്ന്. അദ്ദേഹം ജോലി രാജിവെച്ച് പോകുന്നതല്ലേ നല്ലത് സ്വസ്ഥതയ്ക്ക്? ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നോട് പറയുന്നത് നിങ്ങൾക്ക് കുക്കിംഗ് ചാനൽ നടത്തിക്കൂടെ, നിങ്ങൾ എന്തിനാ യൂട്യൂബ് നടത്തുന്നത്, അത് കുക്കിംഗ് ചാനലാക്കിക്കൂടെ എന്നാണ് CI എന്നോട് ചോദിച്ച ചോദ്യം. എനിക്കും പോലീസുകാർക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എന്നും ചോദിച്ചിരുന്നു. ഞങ്ങൾ പോലീസുകാർ അനുഭവിക്കുന്ന വിഷമത്തിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരു ഒപ്പിടില്ല. ഞാൻ ക്രൈം ചെയ്യാത്തടത്ത് ഞാൻ എന്തിനു ഒപ്പിടണം? നിങ്ങൾ വെറുതെ പ്രശ്നം വഷളാക്കാതെ ഒപ്പിട്ടാൽ ഇറക്കി വിടാം. ഗ്രില്ലടച്ച് കളഞ്ഞവർ എന്നെ അതിനകത്താക്കിയിട്ട്. എൻ്റെ മകൻ പുറത്തായിരുന്നു. ഈ CIക്കെതിരെ ഇപ്പം പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കൊടുത്തു, ADGPക്കും കൊടുത്തു, കേരള മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്, വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും കൊടുത്തിട്ടുണ്ട്. ഈ മാഡത്തെ വ്യക്തിപരമായി ഒരു ലേഡി എന്ന രീതിയിൽ വ്യക്തിപരമായി ഹറാസ് ചെയ്ത CI എൻ്റെ അടുത്തൊന്നും അങ്ങനെ പറഞ്ഞില്ല. എൻ്റെ അടുത്ത് ഇതാണ് പറഞ്ഞത്. അത് അവിടെ നാട്ടുകാരോട് പറഞ്ഞത് CIയും CIയുടെ കൂടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥരുമാണ്. ഞൊണ്ടിക്കാലിയും മക്കളും താമസിക്കുന്ന വീട് അവർക്കറിയാലോ. അവർക്കറിയാത്തതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, അവർക്കറിയാലോ. മാത്രമല്ല ആ നാട്ടുകാർക്ക് ആർക്കും എൻ്റെ ഈ ഒരു അവസ്ഥ അറിയില്ല. കാറിൽ വരുന്നു, കാറിൽ പോകുന്നു എന്നതിനപ്പുറം ഞാൻ ഇങ്ങനെ ഒരു വികലാംഗയാണെന്നുള്ളത് കാര്യം അവർക്കാർക്കും അറിയില്ല.
അവരെ അറിയിക്കുക എന്നൊരു ഉദ്ദേശവും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളെന്തോ ക്രിമിനൽ പിടികിട്ട പുള്ളികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള തീവ്ര ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഒലീവിയക്കെതിരെ പറയുന്നവരെല്ലാം ഇവർ നിയമപരമായിട്ടും കായികപരമായിട്ടും ഒതുക്കും. അതെ, വീട്ടിൽ കയറി തല്ലും എന്നാണ് ഈ അച്ചുവും ഇവരുടെ കൂടെ 2 ഗുണ്ടകൾ അഞ്ചലിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് വിജിരാജ് എന്ന് പറയുന്ന ഒരുത്തൻ ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അയാളാണ് വന്നതെന്നാണ് എൻ്റെ സംശയം. കൃത്യമായിട്ട് എനിക്കറിയില്ല. അവർ CCTV എടുത്ത് വെച്ചിട്ടുണ്ട്, ആ ഹൗസ് ഓണർ CCTV എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ അദ്ദേഹം സബ്മിറ്റ് ചെയ്യും. ഞാൻ അദ്ദേഹത്തിനെയും കൂടെ പറഞ്ഞിട്ടാണ്. കാരണം എൻ്റെ പേർക്കല്ല വീട്, എൻ്റെ മകൻ്റെ പേർക്കാണ്. എൻ്റെ മകൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ ഉപദ്രവിക്കാൻ നമ്മളല്ല ഇവിടെ ജോലി ചെയ്തത്. നമ്മൾ അവരുടെ അടുത്ത് പൈസയല്ല ചോദിക്കുന്ന, കുട്ടികളുടെ പൈസ, അവർ കഷ്ടപ്പെട്ട പൈസ, അവരുടെ ചെക്ക് ബുക്ക്, അവരുടെ പേര് ഒപ്പിട്ട പത്രം തിരിച്ചു കൊടുക്കാൻ പറയുമ്പം ഈ സ്ത്രീ എന്നെ ഇങ്ങനെയാണ് ഉപദ്രവിക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് എന്ത് നടക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരാൾ മരിച്ച ശേഷം അവർക്ക് നീതി നേടിക്കൊടുക്കാൻ ഇറങ്ങരുത്. ആ കുഞ്ഞുങ്ങളെ ഇവൾ വല്ലാണ്ട് ആക്രമിക്കുമെന്നുള്ളത് വസ്തുതയാണ്. എനിക്കെതിരെ കേസുണ്ട്, മുനിസിപ്പൽ കോടതിയിൽ ആ കേസ് നടക്കുകയാണ്. ഇവരെ ഞാൻ അപമാനിച്ചുവെന്നും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഞാൻ കെട്ടിവെക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾക്കെതിരെയെല്ലാം കേസ് കൊടുത്തിട്ടുണ്ട്. അതുൽ എന്ന് പറയുന്ന ഒരു വ്ളോഗറുണ്ട്, പുള്ളി ഇവർക്കൊപ്പം ചേർന്നതുകൊണ്ട് അയാളെ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടി നടന്നിട്ടുണ്ട്. അതായത് ഇവർക്കൊപ്പം ചേരുകയാണെങ്കിൽ കേസിൽ നിന്ന് അവർ ഒഴിവാക്കും, സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കും, അല്ലെങ്കിൽ നമ്മളെ ഇതുപോലെ പീഡിപ്പിക്കുമെന്നാണ് ഇവർ പറയുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷെഫീന എന്ന യൂട്യൂബർ നമ്മളോട് കാര്യങ്ങൾ പ്രതിപാദിച്ചു. ഈ തൊഴിൽ ചൂഷണവുമായി ബന്ധപ്പെട്ട് 22ഓളം കുട്ടികൾ ഈ സ്ഥാപനത്തിനെതിരായും അതിൻ്റെ ഓണർക്കെതിരായും അടൂർ പോലീസ് സ്റ്റേഷനിലും ലേബർ ഓഫീസിലും പരാതി കൊടുത്തിട്ട് മാസം തികയുകയാണ്. ഇപ്പോൾ മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷനെ വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും നിരന്തരമായ ചർച്ചകൾ കേരളത്തിൽ നടക്കുന്ന സമയത്താണ് ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ല അടൂർ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ചെറിയ സ്ഥാപനങ്ങളിൽ പോലും തൊഴിൽ ചൂഷണത്തിൻ്റെ പേരിൽ സ്ത്രീകളെയും യുവതികളെയും വളരെയധികം മോശമായ രീതിയിൽ അവരെ ചിത്രീകരിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ തൊഴിലിടങ്ങളിൽ പണിയെടുത്ത ശമ്പളം കൊടുക്കാതിരിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് മുദ്രപത്രങ്ങളും ചെക്കുകളും അനാവശ്യമായി വാങ്ങിവെക്കുകയും അവരുടെ പേഴ്സണൽ ബിലോങ്ങായ മൊബൈൽ അടക്കമുള്ള കാര്യങ്ങൾ മാസങ്ങളായി വാങ്ങിവെച്ചിട്ട് അത് തിരികെ കൊടുക്കുവാനോ അത് വാങ്ങിക്കൊടുക്കുവാനോ കേരളത്തിൻ്റെ പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ നിരാശാജനകമാണ്. കേരളം ഭരിക്കുന്ന സർക്കാർ, LDFൻ്റെ സർക്കാർ, പിണറായിയുടെ സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഞങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് മുന്നോട്ട് വെക്കും, സ്ത്രീകളുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് വകുപ്പ്, ഇവിടെ ക്രൈം നടന്നത് അടൂരാണെങ്കിൽ അവർ താമസിക്കുന്ന ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയുള്ള CI നിരന്തരമായി അവിടെ ഒരു ക്രൈം ഇല്ലാത്തപ്പോൾ ഈ ഷെഫീന എന്ന് പറയുന്ന ഈ യൂട്യൂബറെ വീട്ടിൽ ചെല്ലുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവർ ഹൗസ് ഓണറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നത് വളരെ നിരാശാജനകമാണ്. പല മേഖലയുണ്ട് കേരളത്തിൽ, അതിലൊരു മേഖലയാണ് അവർ യൂട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. അവർ യൂട്യൂബിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള നിയമപരമല്ലെങ്കിൽ നടപടിയെടുക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഏറ്റുമാനൂർ പരിധിയിൽ യാതൊരു വിധമായ ക്രൈമും ഷെഫീന എന്ന മാഡത്തിൻ്റെ പേരിൽ ഇല്ലാത്തപ്പോൾ അവർക്കെതിരെ നിരന്തരമായി ആക്രമണം നടത്തുന്ന, എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവം കേരളത്തിലെ പോലീസിന് അപമാനമാണ്. എല്ലാ പോലീസുകാരും മോശമെന്ന് പറയുന്നില്ല, പക്ഷേ ഏറ്റുമാനൂർ CI ഒരു ഗുണ്ടയുടെ പണിയാണ് എടുക്കുന്നതെന്ന് പറയാൻ തർക്കമില്ല. അതാണ് ഈ ഷെഫീന എന്ന് പറഞ്ഞ മാഡം നമ്മളോട് വാർത്ത 24നോട് പ്രതികരിച്ചത്. ഇത്തരം ഗുണ്ടാ പണിയെടുക്കുന്ന, വിടുപണി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ചു നിർത്തുവാൻ ഇവിടുത്തെ ഭരണ സംവിധാനം തയ്യാറാവണം, പൊതുപ്രവർത്തകർ തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഏതറ്റം വരെയും പോകുവാൻ വാർത്ത 24 കാണും. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ കുട്ടികൾക്ക് ആവശ്യമായ നിയമസഹായവും അതോടൊപ്പം തന്നെ അവരുടെ പേഴ്സണൽ ബിലോങ്ങായ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ പോലീസും ലേബർ ഡിപ്പാർട്ട്മെൻറ്റും തയ്യാറാകുമെന്ന പ്രതീക്ഷയിൽ അടൂരിൽ നിന്നും ക്യാമറമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.